അവമോർ ക്യാപിറ്റൽ ആൻഡ് മാനേജ്മെൻറ്റ് സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു സ്മോൾ ക്യാപിറ്റൽ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ ചാർട്ട് നമുക്ക് പരിശോധിക്കുന്നതിന് മുന്നേ ബേസിക് ഫണ്ടിങ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓടിച്ച് നോക്കിയിട്ട് പോകാം. ഇതിപ്പോൾ നിലവിൽ 200 EMIക്കും 50 EMIക്കും മുകളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ സെയിൽസ് ഇയർ ഓഫ് ഇയർ സെയിൽസ് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ OPM ആണ് അപ്പോൾ നല്ല ഒരു വേരിയേഷൻ കാണിച്ചിട്ടുണ്ട്. അത് നല്ലൊരു ഇൻഡിക്കേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ക്വാർട്ടർലി റിസൾട്ടുകളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന അതും OPM ഒക്കെ നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇമ്പ്രസീവായിട്ടുള്ളൊരു റിസൾട്ടാണ് തന്നിരിക്കുന്നത്. അതുപോലെ സെയിൽസ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഇത് ഓവറോൾ എനിക്ക് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു റിസൾട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരെ ബാലൻസ് ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ ഇവിടെ റിസർവ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോറോയിങ്സ് വലിയ വ്യത്യാസമില്ല, എന്നാൽ ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റി ഇവിടെ ഈ പ്രാവശ്യം ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ കറണ്ട് ലയബിലിറ്റി ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ ഇവിടെ അതർ അസറ്റ്സും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫിക്സഡ് അസറ്റും കൂടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ബാലൻസ് ഷീറ്റ് അനുസരിച്ചും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാലൻസ് ഷീറ്റ് ആയിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഹോൾഡിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 69% പ്രൊമോട്ടേഴ്സും ബാക്കി 30.1 അതെങ്കിൽ 31% ഇപ്പോൾ ഹോൾഡിങ്സ് ഇപ്പം നിലവിലുണ്ട്. നേരെ ഇതിൻ്റെ ഓവറോൾ ഒരു ഫണ്ടിങ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഇവിടെ ഇയർ തിരിച്ചും വീക്ക് തിരിച്ചും എല്ലാം കാണിച്ചിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം നല്ല ഇമ്പ്രസീവാണ്. ടെക്നിക്കൽ അനാലിസിസ് പ്രകാരം ഇത് ലോങ് ടൈമിലേക്കും ഷോർട്ട് ടൈമിലേക്കും ബുള്ളിഷ് രീതിയിലാണ് ഇരിക്കുന്നത്. സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റി അനാലിസിസ് പ്രകാരം നല്ല ഒരു ഇമ്പ്രസീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ക്വാളിറ്റി വൈസ് ആണെങ്കിലും സ്റ്റോക്ക് നല്ല വാല്യുവേഷനാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷനും നല്ല രീതിയിലാണെന്നാണ് ഈ ഒരു വെബ്സൈറ്റ് പറയുന്നത്. ടെക്നിക്കൽ അനാലിസിസ് പ്രകാരം ഇതൊരു ബുള്ളിഷ് രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഓവറോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കാൻ നേരത്ത് നല്ല ഒരു ഇമ്പ്രസീവായിട്ടുള്ള ഒരു പൊസിഷനിലാണ് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നേരെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ചാർട്ട് ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് അതുപോലെ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ഞാൻ ഇവിടെ കൃത്യമായിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരു വീക്കിൽ ക്യാൻഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്യാൻഡിലാണ് തന്നിരിക്കുന്നത്. നല്ല ഒരു വോളിയം കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് ക്യാൻഡിലും മൊമെൻറ്റമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് ചെറിയൊരു റിവേഴ്സൽ വരാനുള്ള സാധ്യത കൂടുതലും ഈ പറയുന്ന പോലെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ലെവലിലേക്ക് അല്ലെങ്കിൽ സപ്ലൈ സോണിലേക്ക് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സോണിലേക്ക് ഇത് ഒരു റീടെസ്റ്റ് വരാനുള്ള സാധ്യത പൊതുവെ എല്ലായിടത്തും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റിൽ ഞാൻ ഇവിടുന്ന് നേരെ ഈ ഒരു പ്രൈസ് നേരെ ഈ ഒരു ലെവലിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ വീണ്ടും ഈ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ തിരിച്ചു വന്ന് ഈ ഒരു ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 32% നമുക്ക് ഇവിടെ ഒരു പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് നേരിട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വന്ന ട്രെൻഡ് അതേ രീതിയിൽ തന്നെ മുകളിലേക്ക് കയറി പോവുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 15.8% പ്രൈസ് ഇപ്പം നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂട്ടി വെച്ച് വായിച്ച് നോക്കാൻ നേരത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു സ്റ്റോക്കിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കൃത്യമായിട്ട് ഈ ഒരു ചാനലിനകത്ത് കടന്നു തന്നെ അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഇത് ബിഹേവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ലെവലിനെ ബ്രേക്ക് ഔട്ട് തന്നിരിക്കുന്ന ഒരു ലെവലിൽ തന്നെ അത്യാവശ്യം നല്ലൊരു സപ്ലൈ സോൺ ആയിരുന്നു. പക്ഷെ അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നതുകൊണ്ട് തന്നെ ഇത് സസ്റ്റെയിൻ ചെയ്തിട്ട് മുകളിലേക്ക് തന്നെ പോകുമെന്നാണ് എനിക്ക് വിശ്വാസം. അതിനെ കൂട്ടിയുറപ്പിക്കുന്ന രീതിയിൽ ഇവിടെ അത്യാവശ്യം നല്ലൊരു വോളിയം ബിൽഡപ്പും ഈ ഒരു ഏരിയയിൽ തന്നിട്ടുണ്ട്. എന്തായാലും താല്പര്യമുള്ള ആളുകൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക, വാച്ച് ചെയ്യുക. താങ്ക്